உற்சாகத்துடன் நான் உமக்கு பலியிடுவேன். கர்த்தாவே, உமது நாமத்தை துதிப்பேன், அது நலமானது. சங்கீதம் 54:6. I will freely sacrifice unto thee. I will praise thy name, O Lord, for it is good. Psalms 54:6. ஆண்டவரும் இரட்சகருமாகிய இயேசு கிறிஸ்துவின் நாமத்தினாலே காட் கோசிஸ் மினிஸ்ட்ரீஸின் யூடியூப் சேனல் வாயிலாக உங்களை சந்திப்பதில் பெரும் மகிழ்ச்சி அடைகிறேன். தேவனாகிய கர்த்தர் இந்த மாதத்திலே தம்முடைய வார்த்தைகளை நிறைவேற்ற உண்மையுள்ளவராயிருக்கிறார். ஆதலால் அவர் சொன்ன வார்த்தையின்படியே நிறைவேற்றுவார். நாம் கண்ட எல்லா துயரங்களுக்கும், சூழ்நிலைகளுக்கும், பிரச்சனைகளுக்கும், கடன் பாரங்களுக்கும் பலனாக தேவனுடைய வார்த்தையை பிடித்து கொள்ளுவோம். நிச்சயம் தேவனாகிய கர்த்தர் தம்முடைய வார்த்தையின்படியே நம்மை ஆசீர்வதிப்பார். இந்த 2வது மாதத்திலே ஒவ்வொரு நாளும் தேவனுடைய வார்த்தையை கேளுங்கள், அறிக்கை செய்யுங்கள், விசுவாசியுங்கள். கர்த்தர் சொன்ன வாக்கு தத்தங்களை அவர் நிறைவேற்றுவார் என்று விசுவாசிப்போம், காத்திருப்போம். தேவனாகிய கர்த்தர் இந்த மாதத்திலே பெரிய காரியங்களை செய்வாராக. ஆமேன். ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ എളിയദാസൻ രഞ്ജിഷാജൻ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഗോഡ് ഹൂസീസ് മിനിസ്ട്രിയുടെ ഫൗണ്ടറും ഡയറക്ടറുമായ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ തോമസ് ചെല്ലയ്യ അവർക്ക് ഈ സന്ദേശം ജനഹൃദയങ്ങളിൽ ആഴ്ന്നിറങ്ങുവാൻ സഹായകമായ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ആലെഫ് ജോൺ റൈസ് അവർക്കും ഈ സന്ദേശം ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഈ പ്രഭാതം ക്രിസ്തുവിൽ ധന്യമാകട്ടെ നമ്മുടെ ജീവിതം. അല്പസമയത്തെ ചിന്തയ്ക്ക് ആസ്പദമായി ഒരു വേദഭാഗം വായിക്കുന്നു. 42-ാം സങ്കീർത്തനം, അതിൻ്റെ 11-ാമത്തെ വാക്യം. എൻ്റെ ആത്മാവേ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ലൊരു കീർത്തനത്തിൻ്റെ അവസാന ഭാഗത്തെ വാക്യമാണ് അല്പസമയത്തെ ചിന്തയ്ക്ക് ആസ്പദമായി വായിക്കുവാൻ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. കോരഹിൻ്റെ പുത്രന്മാരായ ലേവി ഗോത്രത്തിൽപ്പെട്ട പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന ആലയത്തിലെ സംഗീതജ്ഞരായ വാദ്യോപകരണങ്ങൾ മീട്ടി കർത്താവിനെ സ്തുതിക്കുന്ന അനുഗ്രഹീത ശുശ്രൂഷകന്മാർ ആലപിച്ച ഒരു കീർത്തനമാണ് 42-ാം സങ്കീർത്തനം. വളരെ അനുഗ്രഹീതമായ ഒരു സങ്കീർത്തനം. ആത്മീക ദർശനത്തിൽ എഴുതപ്പെട്ട ഒരു കീർത്തനമാണ് 42-ാം സങ്കീർത്തനം. നാം വായിച്ചു നോക്കുമ്പോൾ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആഴമായ സ്നേഹത്തെ വിട്ടുപിരിയുവാൻ കഴിയാത്ത, അറുത്തുമാറ്റുവാൻ കഴിയാത്ത, അറ്റുപോകാത്ത ആഴമായ സ്നേഹത്തെയാണ് 42-ാം സങ്കീർത്തനത്തിൽ നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത്. മറിച്ച് നമ്മുടെ ആത്മാവ് ദൈവത്തോടടുക്കുവാൻ ഞരങ്ങുന്നത്, ദൈവത്തിനായി ചേരുവാൻ കാംക്ഷിക്കുന്നത്, പരിശുദ്ധാത്മാവിനോടൊപ്പം ചേരുവാൻ നമ്മുടെ ഉള്ളിലെ ആത്മാവ് കൊതിക്കുന്നത് ഈ സങ്കീർത്തനത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ നമ്മുടെ ഹൃദയത്തോട്, നമ്മുടെ അകത്തെ മനുഷ്യനോട്, നമ്മുടെ ആത്മാവിനോട് നമുക്കൊന്ന് ചോദിക്കാമോ? എൻ്റെ ആത്മാവേ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നോ? അതോ നീ തൃപ്തിയോടെയാണോ ആയിരിക്കുന്നത്? പലപ്പോഴും നമ്മുടെ ജഡം
തൃപ്തികരമാണ്, അല്ലേ? അങ്ങനെയാണ്. പലപ്പോഴും നമ്മുടെ ജഡത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ തൃപ്തികരമായി മാറാറുണ്ട്. ഈ ജഡത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തികൾ ചെയ്ത് നമ്മുടെ ശരീരം, നമ്മുടെ ബുദ്ധിമണ്ഡലത്തിന് തൃപ്തി വരുമ്പോൾ നമ്മുടെ അകത്തളത്തിലെ ആത്മാവ് പലപ്പോഴും ദുഃഖിക്കാറുണ്ട്. എന്നാൽ ആത്മാവിന് ഇഷ്ടമുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമ്മുടെ ദേഹവും നമ്മുടെ ശരീരവും ദുഃഖിക്കാറുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഒരു യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആത്മാവും ഭൗതിക ജഡവും തമ്മിലുള്ള ഒരു യുദ്ധമാണ് എപ്പോഴും നടക്കുന്നത്. ജഡം ലോകത്തെ കാട്ടുമ്പോൾ ആത്മാവ് ദൈവത്തെ കാട്ടുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവിനോട് നമുക്ക് ചേരുവാൻ ആഗ്രഹിക്കാം. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, എൻ്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ന്. അപ്പോൾ ഈ വിഷാദമെന്ന് പറയുന്നത് എന്താണ്? നാം പഠിച്ചു നോക്കിയാൽ അനേക സങ്കടങ്ങൾ കൂടിച്ചേരുമ്പോൾ അത് ദുഃഖമായി മാറുന്നു. അനേക ദുഃഖങ്ങൾ കൂടിച്ചേരുമ്പോൾ അത് വിഷാദമായി മാറുന്നു. ഈ വിഷാദം ഒന്നുകിൽ മാനസിക പിരിമുറുക്കത്തിനോ അല്ല എങ്കിൽ ഓർമ്മ നഷ്ടപ്പെട്ട ഒരവസ്ഥയിലേക്കോ നമ്മുടെ ജീവിതത്തെ കൊണ്ടെത്തിക്കുവാൻ ഇടയായിത്തീരും. അതിന് കഴിയും. നമ്മുടെ ഹൃദയത്തെ കാർന്നു തിന്നുന്ന വിഷാദ അവസ്ഥകൾ, സങ്കടങ്ങൾ ദുഃഖമായി, ദുഃഖം വിഷാദമായി മാറുന്നൊരവസ്ഥ. പലരും ജീവിതത്തിൽ അധികമായി വിഷാദം അനുഭവിച്ച് ഓർമ്മ ഇല്ലാത്തവരായി, സുബോധം നഷ്ടപ്പെട്ടവരായി, ജീവിതത്തിൽ മാനസിക രോഗികളായി, ഓർമ്മശക്തി നഷ്ടപ്പെട്ടവരായി മാറിയ എത്രയോ പ്രിയപ്പെട്ടവരുണ്ട്. എന്നാൽ ഇവിടെ കോരഹപുത്രന്മാർ പറഞ്ഞിരിക്കുന്നത് മാനുഷികമായ ഹൃദയത്തെ അല്ല, നമ്മുടെ ബുദ്ധിമണ്ഡലത്തെ അല്ല ഇവിടെ വിശേഷിപ്പിക്കുന്നത്, മറിച്ച് നമ്മുടെ ആത്മാവ് ഹൃദയത്തിൽ എത്രത്തോളം ഞരക്കം അനുഭവിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ തിരിച്ചറിഞ്ഞു. ദൈവമക്കളെ, പലപ്പോഴും നമ്മുടെ ഹൃദയത്തിലെ, നമ്മുടെ തലച്ചോറിൻ്റെ, ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളെ, അതിനെ മനസ്സെന്നാണ് പറയുന്നത്. ആ മനസ്സിൻ്റെ പ്രവർത്തികൾ പലപ്പോഴും താളം തെറ്റാറുണ്ട്. നാം അധികമായി ദുഃഖിക്കാറുണ്ട്, അധികമായി വേദനപ്പെടാറുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചത്, നമ്മൾ ആശിച്ചത് നമ്മുടെ കരങ്ങളിൽ എത്തിയില്ല എങ്കിൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് എത്തിയില്ല എങ്കിൽ നമ്മുടെ ഹൃദയം പലപ്പോഴും തകർന്നുടയാറുണ്ട്. പ്രതീക്ഷിച്ച സ്ഥാനത്ത് നമ്മുടെ ജീവിതം എത്തപ്പെടുവാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മുടെ എല്ലാ കണക്ക് കൂട്ടലുകളും തെറ്റുവാനായിട്ടിടയാകും. എന്നാൽ ഈ പ്രഭാതത്തിൽ കർത്താവിനോട് നമുക്ക് ചേർന്നിരിക്കാമോ? നമ്മുടെ ഹൃദയത്തിൻ്റെ ഞരക്കത്തെ മാറ്റുന്ന കർത്താവ്, നമ്മുടെ ആത്മാവിൻ്റെ ഞരക്കത്തെ മാറ്റുന്ന കർത്താവ് ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മെ വിടുവിപ്പാൻ, നമ്മെ മാനിപ്പാൻ ശക്തനാണ്. ഞാൻ നേരത്തെ ഓർപ്പിച്ചു, അനേക ദുഃഖങ്ങൾ സങ്കടമായി മാറുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മാവ് സങ്കടപ്പെടാറുണ്ട്. നാം വേണ്ടുന്ന പോലെ ആത്മീകത്തിൽ മുന്നേറിയില്ല എങ്കിൽ ദൈവത്തിന് കൊടുക്കേണ്ട സമയം, ദൈവത്തിന് കൊടുക്കേണ്ട ജീവിതം, ദൈവത്തിന് കൊടുക്കേണ്ടുന്ന നന്മകൾ, അത് ദൈവനാമത്തിന് തന്നെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. ദൈവം നമുക്ക് തന്ന ആയുസ് ദൈവനാമത്തിനായി തന്നെ നാം അത് പ്രയോജനപ്പെടുത്തണം. ദൈവനാമത്തിനായി നാം പ്രയോജനപ്പെടുത്തുന്നില്ല എങ്കിൽ നാം സങ്കടപ്പെടാറുണ്ട്, പ്രയാസപ്പെടാറുണ്ട്. വീണ്ടും 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 ഇതേ അനുഭവങ്ങൾ നാം അനുഭവിക്കുന്നുവെങ്കിൽ നമ്മുടെ അകത്തെ മനുഷ്യൻ വേദനിക്കാറുണ്ട്. അകത്തെ മനുഷ്യൻ ആ സങ്കടങ്ങൾ ഒടുവിൽ വിഷാദമായി മാറാറുണ്ട്. ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കും, കർത്താവിൻ്റെ സാക്ഷിയാക്കും,
കർത്താവിൻ്റെ പ്രവൃത്തി മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ. എൻ്റെ ആത്മാവ് പലപ്പോഴും എന്നെ നോക്കി വിഷാദിച്ചിട്ടുണ്ട്, എന്നെ നോക്കി ദുഃഖിച്ചിട്ടുണ്ട്. ഞാനൊരു പരാജയമായി പോയെന്ന് പലപ്പോഴും എൻ്റെ ആത്മാവ് എന്നെ നോക്കി വിധി എഴുതിയിട്ടുണ്ട്. എൻ്റെ ബുദ്ധി എന്നെ നോക്കി വിധി എഴുതിയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവർ എന്നെ നോക്കി വിധി എഴുതിയിട്ടുണ്ട്. എന്നാൽ എൻ്റെ വിധികളെ തിരുത്തി എഴുതുന്ന ഒരു കർത്താവ് ഈ പ്രഭാതത്തിൽ എൻ്റെ അരികിലുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഞാൻ വിശ്വസിക്കുന്നു ദൈവം എനിക്ക് വേണ്ടി വലിയവ ചെയ്യും എന്ന് നമുക്ക് ഈ പ്രഭാതത്തിൽ പറയാമോ? കോരഹപുത്രന്മാർ വളരെ വ്യക്തമായി അവർ പാടുവാനായിട്ടിടയായി. എൻ്റെ ആത്മാവേ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? ഈ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളിൽ പലരും ഇപ്പോഴും ആത്മാവിൽ ഞരക്കമനുഭവിച്ച്, വേദനയനുഭവിച്ച്, നെടുവീർപ്പിടുന്ന അനുഭവങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ഈ പ്രഭാതത്തിൽ ദൈവത്തെ ദുഃഖിപ്പിക്കാതെ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ, കർത്താവിൻ്റെ മുൻപാകെ കർത്താവിന് പ്രയോജനമുള്ള പാത്രമായി, കർത്താവിന് ഇഷ്ടമുള്ള പ്രവൃത്തികൾ ചെയ്ത് കർത്താവിൻ്റെ സന്നിധിയിൽ മറയുവാൻ നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? കർത്താവിന് പ്രയോജനമുള്ളവരായി മാറട്ടെ. ലോകത്തിന് പ്രയോജനമുള്ളവരായി അല്ല, കർത്താവിന് പ്രയോജനമുള്ളവരായി സമ്പൂർണമായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ഈ പ്രഭാതം അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുകയാൽ സ്തോത്രം, ഞങ്ങളെ മാനിച്ചിരിക്കുകയാൽ സ്തോത്രം, അങ്ങ് ഞങ്ങളെ നല്ല ആലോചനകൾ കേൾപ്പിച്ചിരിക്കുകയാൽ സ്തോത്രം. ഞങ്ങളിൽ കൂടെ അവിടുന്ന് വലിയ ചെയ്ത് അത്ഭുതം ചെയ്ത് വൻകാര്യങ്ങൾ ചെയ്യുവാൻ പോകുന്നതിനായി സ്തോത്രം. കർത്താവിൻ്റെ പൊൻകരം കൂടെ ഇരുന്ന് വഴി നടത്തും. കർത്താവെ, തുടർന്നും സന്ദേശം നൽകുന്ന ദൈവദാസന്മാർ, കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ദേശങ്ങൾ കർത്താവെ നൽകപ്പെടുവാൻ എൻ്റെ കർത്താവ് സഹായിക്കണമേ. കർത്താവെ, അങ്ങയുടെ കരങ്ങളിൽ ഈ സംരംഭത്തെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ആത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ ഞരങ്ങാതെ, ഭാരപ്പെടാതെ, അങ്ങയുടെ വേല വിശ്വസ്തയോടെ തികയ്ക്കുവാൻ എൻ്റെ കർത്താവ് സഹായിക്കണം. സകല നന്മകളാലും സകല അനുഗ്രഹങ്ങളാലും നിറയ്ക്കണം. ദൈവം വലിയവ ചെയ്ത് അത്ഭുതം ചെയ്തിരിക്കുകയാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോട് കെട്ടുത്തരമരണം സ്വർഗീയ നല്ല കർത്താവേ, ആമേൻ. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ.
ஆயிரம் நன்மைகள் அனுதினம் என்னை சூழ்ந்திட கிருபையும் இரக்கமும் அன்பும் கொண்டீரே. ஆயிரம் ஆயிரம் நன்மைகள் அனுதினம் என்னை சூழ்ந்திட கிருபையும் இரக்கமும் அன்பும் கொண்டீரே. நல்ல எபினேசராய் என்னை நடத்தி வந்தீரே. நன்றி சொல்ல வார்த்தை இல்லையே. நல்ல எபினேசராய் என்னை நடத்தி வந்தீரே. நன்றி சொல்ல வார்த்தை இல்லையே. ஆயிரம் ஆயிரம் நன்மைகள் அனுதினம் என்னை சூழ்ந்திட கிருபையும் இரக்கமும் அன்பும் கொண்டீரே. ஆயிரம் ஆயிரம் நன்மைகள் அனுதினம் என்னை சூழ்ந்திட கிருபையும் இரக்கமும் அன்பும் கொண்டீரே. நான் கண்டேன். தேவை பெருகும் போது சிக்கி தவித்திடாது உதவும் கரங்கள் நான் கண்டேன். எல்லா நெருக்கத்திலும் என்னை வீழாமல் காக்கும் அன்பின் நல்ல கர்த்தரே. எல்லா ஆயிரம் நன்மைகள் அனுதினம் என்னை சூழ்ந்திட கிருபையும் இரக்கமும் அன்பும் கொண்டீரே. ஆயிரம் ஆயிரம் நன்மைகள் அனுதினம் என்னை சூழ்ந்திட கிருபையும் இரக்கமும் அன்பும் கொண்டீரே. பள்ளத்தாக்கில் நான் நடந்த வேளை மீட்கும் கரங்கள் நான் கண்டேன். வாடி நின்ற வேளை மடிந்திடாது என்னை தாங்கும் கரங்கள் நான் கண்டேன். எந்த மாறாவின் வாழ்வை மதுரமாய் மாற்றும் அன்பின் நல்ல கர்த்தரே. இந்த மாறாவின் வாழ்வை மதுரமாய் மாற்றும் அன்பின் நல்ல கர்த்தரே. ஆயிரம் ஆயிரம் நன்மைகள் அனுதினம் என்னை சூழ்ந்திட கிருபையும் இரக்கமும் அன்பும் கொண்டீரே. ஆயிரம் ஆயிரம் நன்மைகள் அனுதினம் என்னை சூழ்ந்திட கிருபையும் இரக்கமும் அன்பும் கொண்டீரே. நல்ல எபினேசராய் என்னை நடத்தி வந்தீரே. நன்றி சொல்ல வார்த்தை இல்லையே. நல்ல எபினேசராய் என்னை நடத்தி வந்தீரே. நன்றி சொல்ல வார்த்தை இல்லையே. நன்றி சொல்ல வார்த்தை இல்லையே. நன்றி சொல்ல வார்த்தை இல்லையே. தொடும் முன்பே
എൻ വിരൽ തുമ്പ് തൊട്ടെന്നെ നയിച്ചവനീശോ. അമ്മ തൊടും മുൻപേ എൻ വിരൽ തുമ്പ് തൊട്ടെന്നെ നയിച്ചവനീശോ. താരാട്ടിനും മുൻപേ ഹൃദ്യമാം വചനമിൻ ജീവനിൽ ചാലിച്ചതീശോ. താരാട്ടിനും മുൻപേ ഹൃദ്യമാം വചനമിൻ ജീവനിൽ ചാലിച്ചതീശോ. അമ്മ തൊടും മുൻപേ എൻ വിരൽ തുമ്പ് തൊട്ടെന്നെ നയിച്ചവനീശോ. മിഴിപ്പാകിയൻ വഴി നിത്യം തെളിച്ചവൻ ഞാനെന്ന മനുജനെ പൂർണ്ണനാക്കാൻ. മിഴിപ്പാകിയൻ വഴി നിത്യം തെളിച്ചവൻ ഞാനെന്ന മനുജനെ പൂർണ്ണനാക്കാൻ. അഴലുകളേറിയോരാമാളിലെല്ലാം അരുമയോടെന്നെ തോളേറ്റിനാഥൻ. അഴലുകളേറിയോരാനാളിലെല്ലാം അരുമയോടെന്നെ തോളേറ്റിനാഥൻ. അമ്മ തൊടും മുൻപേ എൻ വിരൽ തുമ്പ് തൊട്ടെന്നെ നയിച്ചവനീശോ. എൻ ജീവസ്പന്ദനം എല്ലാം അറിയുന്ന കരുണതൻ കടലായ ദൈവമേ. എൻ ജീവസ്പന്ദനം എല്ലാം അറിയുന്ന കരുണതൻ കടലായ ദൈവമേ. ഒരു ജന്മമാകെ ഞാൻ സ്തുതി പാടിയാലും നിൻ ദിവ്യദാനത്തിൻ പകരമായിടുമോ. ഒരു ജന്മമാകെ ഞാൻ സ്തുതി പാടിയാലും നിൻ ദിവ്യദാനത്തിൻ പകരമായിടുമോ. അമ്മ തൊടും മുൻപേ എൻ വിരൽ തുമ്പ് തൊട്ടെന്നെ നയിച്ചവനീശോ. താരാട്ടിനും മുൻപേ ഹൃദ്യമാം വചനമിൻ ജീവനിൽ ചാലിച്ചതീശോ. താരാട്ടിനും മുൻപേ ഹൃദ്യമാം വചനമിൻ ജീവനിൽ ചാലിച്ചതീശോ. അമ്മ തൊടും മുൻപേ എൻ വിരൽ തുമ്പ് തൊട്ടെന്നെ നയിച്ചവനീശോ.